ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടോണർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് പേർക്ക് ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടോണറാണ്. പെട്ടെന്ന് തന്നെ നിറം വെക്കാൻ സഹായിക്കുന്ന നല്ലൊരു ടോണറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലുള്ളൊരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് സ്ക്രാപ്പ് ചെയ്തെടുക്കുക. ഇനി നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ സ്ക്രാപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് ഇതൊന്ന് അടിച്ചെടുത്താൽ മതി. ഈ സ്ക്രാപ്പറിൽ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ നീര് നന്നായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് സ്ക്രാപ്പറാണ് നമ്മളെ മിക്സിയുടെ ജാറിലിട്ട് അടിക്കുന്നതിനേക്കാളും ബെസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞത്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ നീര് എക്സാക്റ്റ് കിട്ടും. ഇങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞ് നമ്മൾ ഈ ഒരു വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ 10-15 മിനിറ്റ് നമ്മളൊന്ന് മാറ്റി വെക്കണം. അതായത് അതിൻ്റെ സ്റ്റാർച്ചും ഇതിൻ്റെ ആ ഒരു വെള്ളവും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമ്മൾ ഈ ഒരു വെള്ളം ഇളക്കാണ്ട് മാറ്റി വെക്കുക എന്നാണെങ്കിൽ അത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇതിൻ്റെ സ്റ്റാർച്ച് എടുത്ത് വെച്ചിട്ട് അതിൽ നമുക്ക് വേറെ പാക്കെല്ലാം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയുള്ളത് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്റ്റാർച്ച് ഭയങ്കര സ്കിൻ വൈറ്റനിങ്ങിന് ഭയങ്കര സഹായിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് ഞാൻ 10 മിനിറ്റ് ഒരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം സ്റ്റാർച്ചും വെള്ളവും തമ്മിൽ. ഇത് കണ്ടോ, ഇത് ഞാൻ 15 മിനിറ്റിന് ശേഷം എടുത്തതാണ്. കണ്ടോ, അടിയിൽ നിൽക്കുന്ന ആ ഒരു കട്ടിയുള്ള ഇത് കണ്ടോ, അതാണ് ഇതിൻ്റെ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. അത് നമുക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് ഈ വെള്ളവും മാറ്റിയെടുക്കാം. ഇത് കണ്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക്, അതായത് നമ്മൾ ആ സ്റ്റാർച്ചിൻ്റെ ആ ഒരു കണ്ടൻറ്റ് ഉണ്ടല്ലോ, അതിലേക്കാണ് നമ്മൾ ബാക്കിയുള്ള സാധനം ആഡ് ചെയ്യുന്നത്. ഒരു ടേബിൾ സ്പൂണോളം അലോവേര ജെൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് റോസ് വാട്ടറാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ അലോവേര മിക്സായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് അത് നോക്കിയിട്ട് കുറച്ച് നല്ലോണം തന്നെ കുറച്ച് നേരം തന്നെ നമ്മളിതിങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ അലോവേര ജെല്ല് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആവും. എല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഈസിയുള്ളൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ മിക്സ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിത് സൂക്ഷിക്കുന്ന ബോട്ടിൽ ഏതാണെന്ന് വെച്ചാൽ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് എന്ത് ചെയ്യുക, ഷെയ്ക്ക് ചെയ്യുക. അപ്പം കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്കിത് എന്താ പറയുക, മിക്സായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടിയും ബെറ്ററായിട്ട് ഉണ്ടാകുക കേട്ടോ. അല്ല ഇങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്കൊരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ഏകദേശം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഞാൻ ബോട്ടിൽ വെച്ചിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെയുള്ള സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇതേപോലത്തെ ടോണർ അങ്ങനെ സെറം ബോട്ടിൽ എന്നെല്ലാം പറഞ്ഞാൽ ഓൺലൈനിലെല്ലാം അവൈലബിൾ ആണ്. മെഡിക്കൽ ഷോപ്പിൽ, ഫാൻസി ഷോപ്പിലെല്ലാം കിട്ടും. അപ്പോൾ ഇതായത് ഞാനിത് കുപ്പിയിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്യാം കേട്ടോ. ഇതൊന്ന് അടച്ച് വെച്ച് നല്ലോണം ഷെയ്ക്ക് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതുപോലെ കുറച്ച് നേരം നല്ലോണം ഷേക്ക് ചെയ്താൽ ആ അലോവേര നന്നായിട്ട് തന്നെ മിക്സ് ആവും. അതിന് ശേഷം നമ്മൾ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ നമ്മുടെ മുഖത്തേക്ക് ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. മുഖം ഫുൾ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്തെടുക്കുക. നമ്മുടെ സ്കിൻ വൈറ്റൻ ചെയ്യാൻ, അതേപോലെ പാടുകൾ മാറാൻ, ചർമ്മം തിളങ്ങാനെല്ലാം ഇത് അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിലുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഈ ബാക്കി വരുന്നത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 5-6 ദിവസം സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരു 6 ദിവസമൊന്നുമല്ല, ഒരു 4-5 ദിവസം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. എപ്പോഴും എടുത്തിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിന് കളർ ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.